ഈ കൊടും വെയിലത്ത് ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയാൽ മതി, അത്രയും ടാൻ ആവുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സൊല്യൂഷൻ പറഞ്ഞുതരാം. നമുക്ക് പുറത്തിറങ്ങാണ്ട് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏൽക്കുന്ന സൺ ടാൻ അന്നന്ന് തന്നെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതും, ഇനി അഥവാ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ വീക്ക്ലി ഒരു 2-3 ദിവസം അത്രയും മതി, ആ ഒരു രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മുടെ സൺ ടാൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറേ ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക്. വളരെ എഫക്റ്റീവാണ്, നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ ബ്രൈഡൊന്നുമല്ല, കല്യാണമോ ഫംഗ്ഷനോ ഒന്നുമില്ല, എന്നാലും നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിരിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണണം. മുഴുവൻ വീഡിയോയും കണ്ടാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് ഇത് യൂസ് ചെയ്ത് അടിപൊളി റിസൾട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ പാക്ക് പ്രിപ്പയർ ചെയ്താണ് വെച്ചേക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഹോൾ ഫേസ് പാക്ക് ചെയ്തെടുത്തേക്കുന്നത്. ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക. ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഐറ്റം വേണമെന്നേ ഉള്ളൂ. ഇനി അതിലോട്ട് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ 1.5 സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മിക്സ് ചെയ്ത് വന്നപ്പം എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി. നമുക്ക് മുഖത്തും കഴുത്തിനും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യത്തിന് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി 1.5 സ്പൂൺ എടുത്തതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയുടെ നീരാണ്. ഏറ്റവും എളുപ്പത്തിൽ തക്കാളിയുടെ നീരെടുക്കാൻ പറ്റുന്ന വിദ്യ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തക്കാളി പകുതിയായിട്ട് മുറിക്കുക. നല്ല ജ്യൂസി തക്കാളി ആണെങ്കിൽ നല്ല രീതിയിൽ നീര് വരും. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത്രയും ജ്യൂസി തക്കാളി അല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ചിങ്ങനെ നീര് വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സോ ഞാനിങ്ങനെ സ്ക്രൈപ്പ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നീരൊക്കെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇത്രയും മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് പിഴിയാം. അപ്പോഴും നമുക്ക് കുറച്ചും കൂടെ നീര് വരും. ചില തക്കാളി വളരെ ഡ്രൈ ആയിരിക്കും, ഇപ്പോൾ നീര് കിട്ടത്തില്ല. നിങ്ങൾ എടുക്കുന്നത് നല്ല പഴുത്ത ജ്യൂസി തക്കാളി നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ജ്യൂസ് എടുത്ത് കഴിയുമ്പോൾ ആ തക്കാളിക്ക് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് കറികൾക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ അത് മാത്രമായിട്ട് നമുക്ക് കറികൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ തന്നെ ഗുണങ്ങൾ പറയാം. ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് എന്തായിരുന്നു? തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ അരിപ്പൊടി. ഇത് രണ്ടും സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ്. സ്കിൻ നിറം വയ്ക്കാനും, ഓൾറെഡി നമുക്ക് നല്ല നിറം ഉണ്ടായിരുന്നു, വെയിലേറ്റിട്ട് കരിമങ്ങൽ കാരണം നമ്മുടെ നിറം നഷ്ടപ്പെട്ടു പോയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് ഡൾ ഫേസ് ഉള്ളതെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനും, ഫേസ് മാത്രമല്ല കേട്ടോ, ഈ ഒരു പാക്ക് നമുക്ക് ഹോൾ ബോഡി യൂസ് ചെയ്യാനായിട്ട് പറ്റും. തക്കാളി നമുക്ക് അരച്ചെടുത്താൽ മതി. എടുത്ത് കഴിയുമ്പോഴേക്കും കുറേ കൂടെ ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ തക്കാളി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് വെയിലേറ്റ കരിവാളിപ്പുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ അരിപ്പൊടി കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും അത്രയും നന്നായിട്ട് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. സ്കിൻ ബ്രൈറ്റനപ്പ് ആവണം, സൺ ടാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറണം, അതുപോലെ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യണം, ആ ഒരു ഡള്ളായിട്ടുള്ള ഫേസ് പോകണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്ത് വന്നപ്പോൾ എനിക്കത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയും തോന്നിയിട്ട് വീണ്ടും കുറച്ചും കൂടെ അരിപ്പൊടിയും പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാനായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മെയിൻലി പാൽ എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് സ്കിന്നിന് പാലിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാലം മുതൽ തന്നെ നമ്മുടെ രാജാക്കന്മാരും റാണിമാരും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ് പാല്. ആസ് എ സ്കിൻ കെയർ പ്രോഡക്റ്റായിട്ട് വരെ അവർ യൂസ് ചെയ്യായിരുന്നു. പലതരത്തിലുള്ള പാല് നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. സോ സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല നമ്മൾ പാല് യൂസ് ചെയ്യുന്നത്, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കാനും അതുപോലെ നന്നായിട്ട് സ്കിന്നെ നറിഷ് ചെയ്യാനും. ഡ്രൈ സ്കിന്നൊക്കെയാണ്, ഒട്ടും തന്നെ ജീവനില്ലാത്ത സ്കിന്നാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി നല്ല ഒരു റെജുവിനേഷൻ തരാനും സ്കിൻ സെൽസിനെ റിപ്പയർ ചെയ്യാനും പാല് സഹായിക്കും. പിന്നെ നമ്മൾ ഈ പാക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചറൈസേഷൻ ഈ പാക്ക് വലിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട്, വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളത് മാറ്റിയിട്ട് വെള്ളമൊന്നും വെച്ച് മിക്സ് ആക്കാണ്ട് ഇത്രയും ഗുണങ്ങളുള്ള സ്കിന്നിന് ഏറ്റവും നല്ലതായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നിങ്ങളുടെ കയ്യിൽ പാല് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ പാല് നിങ്ങൾക്ക് പറ്റത്തില്ലെന്നാണെങ്കിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഡയറി പ്രോഡക്ട്സ് എല്ലാം തന്നെ അലർജിറ്റിക് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം. നമ്മൾ വീട്ടിൽ തന്നെ എടുത്തിട്ട് അലോവേര ജെല്ല് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല നീരായിരിക്കുമല്ലോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട് പറ്റും. സോ അങ്ങനെ ട്രൈ ചെയ്യുക. പിന്നെ തക്കാളിയുടെ നീര് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് അരച്ചെടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ സ്കിന്നിന് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, സ്കിന്നിൽ ഓക്കെ ആയിട്ട് വർക്ക് ആവുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ഒരു പാക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം നമ്മളതെടുത്ത് യൂസ് ചെയ്യാനായിട്ട്. കാര്യം അരിപ്പൊടി ചേർത്തത് കൊണ്ട് അതൊന്ന് നന്നായിട്ട് കുതിർന്ന് വരണം. എന്നാലേ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാത്ത പോലെ സെപ്പറേറ്റ് ഇരിക്കുന്ന പോലെ പാലും തക്കാളിയുടെ നീരും അതുപോലെ നമ്മുടെ റൈസ് ഫ്ലോർ അരിപ്പൊടിയും ഒക്കെ സെപ്പറേറ്റ് ഇരിക്കുന്നത് പോലൊരു ഇതുണ്ടാവും. പിന്നെ അരിപ്പൊടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് സാധാരണ നമ്മൾ പുട്ടിനൊക്കെ എടുക്കുന്ന ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ പുട്ടുപൊടി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ തരിതരിപ്പ് കൂടുതലുള്ളത് എടുക്കരുത്. ഞാൻ എടുത്ത് കാണിച്ചു തന്നില്ല, നല്ല നൈസായിട്ടുള്ള പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി അത് നമുക്ക് യൂസ് ചെയ്യാം. വീട്ടിലുള്ളത് അതല്ല, നമുക്ക് കുതിരാൻ വെച്ചിട്ട് പച്ചരി കുതിർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അരി നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കുക. ഒരു 5 മണിക്കൂറൊക്കെ കുതിർത്തതിന് ശേഷം വെള്ളം മുഴുവനും ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അത് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു സ്കിൻ കെയറിനൊക്കെ യൂസ് ചെയ്യാം. അത് കുറേ കൂടെ ബെറ്ററാണ്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് റിസൾട്ട് അറിയാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നത് കൺവീനിയൻ്റ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പത്തിരിപ്പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഓപ്ഷൻ ഇല്ലാത്തവർക്കാണ് ഇങ്ങനൊരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ട് പറ്റുന്നത് അത് ചെയ്യുക. പിന്നെ ഇത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ സ്റ്റോർ ചെയ്യുക. എന്നാൽ മാത്രമേ കേടുകൂടാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഫേസിലും നെക്കിലും മുഴുവനായിട്ടും നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഈ ഒരു പാക്ക് ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാം. രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ എല്ലാ ദിവസവും യൂസ് ചെയ്യണ്ട. നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റ് 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരിക്കുക. 10 മിനിറ്റ് മിനിമം നമ്മുടെ ഫേസിൽ ഈ ഒരു പാക്ക് ഉണ്ട്. അതിനുശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യാം. തണുത്ത വെള്ളമാണെങ്കിൽ കൂടുതൽ നല്ലത് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. അതല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് തുടയ്ക്കുക. ഒരുപാട് അങ്ങ് തുടയ്ക്കരുത്. ഉരച്ച് വലിച്ചൊന്നും തുടയ്ക്കാനായിട്ട് പാടില്ല. ഒപ്പം നിങ്ങൾക്ക് സൺ ടാൻ ഏൽക്കാണ്ട് സ്കിൻ അടിപൊളിയായിരിക്കണം എന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ഫുള്ള് കവർ ചെയ്തിട്ട് പോവുക. സൺഗ്ലാസസ് ഉപയോഗിക്കുക. അപ്പോൾ കണ്ണിന് അവിടെയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവത്തില്ല. ഓക്കെ, ഈ പാക്ക് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തുടച്ചതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എനിക്ക് ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഡ്രൈ സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഈവൻ എൻ്റെ ഓയിലി സ്കിന്നാണെങ്കിലും എനിക്ക് ബ്രേക്ക് ഔട്ട്സും പിമ്പിൾസും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഡ്രൈ സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരുപാട് ആക്നെ പ്രോൺ സ്കിന്നാണ്, ഒരുപാട് മുഖക്കുരു വരുന്നവരാണെങ്കിലും ഇത് യൂസ് ചെയ്യേണ്ടത്. ഹൈലി മോയ്സ്ചറൈസിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു മോയ്സ്ചറൈസറും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ എന്താണോ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് അത് തന്നെ ചെയ്തു കൊടുക്കുക. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് വേണം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റും എല്ലാം അറിയാൻ പറ്റും. സോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് സൂപ്പർ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 3 ദിവസമല്ലേ എല്ലാവർക്കും യൂസ് ചെയ്യാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ ഗൈസ്.